ഇന്ന് നമുക്ക് സെമി സിൽക്കിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 1750 റേഞ്ചിലാണ് സാരീസ് വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സും നല്ല വർക്കും ആട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കാണാം ഇന്ന് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഡിസൈൻസും കളേഴ്സും ഒക്കെ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു പിങ്കിൻ്റെ ഒരു ടോൺ, നല്ലൊരു പേസ്റ്റൽ പിങ്കിലേക്കൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു ടോണാട്ടോ. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് കളറിൽ ഗ്രീൻ, പിങ്ക് ആൻഡ് ഒരു ചെറിയ ഗോൾഡൻ ഷെയ്ഡിലൊക്കെ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. അത് നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ലോവർ പോർഷനിലാണ് വരുന്നത്. ഇതിങ്ങനെ ഇതേപോലെ ഇത് നമുക്ക് ത്രെഡിൻ്റെയാണ്. ഇതൊക്കെ ഒരു ഗ്രീൻ കളർ ഒരു സെറി, പിന്നെ ഒരു ഗോൾഡൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്ക് ഗോൾഡൻ അല്ല കേട്ടോ, അതിൻ്റെയൊക്കെ ഒരു സെറി, അങ്ങനെ ത്രെഡ് സെറി അങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ്. നമ്മളിത് പ്ലീറ്റ് ചെയ്തൊക്കെ ഇടുവാണെങ്കിലും ഇങ്ങനെ ഈ പ്ലീറ്റ് ഇങ്ങനെ വരും. നല്ല രസമുള്ള സാരീസാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസുമാണ്. നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയൽ. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന ഒരു ഗ്രീനിഷ് ടോൺ എംബ്രോയിഡറി ഇല്ലേ, ആ ഒരു എംബ്രോയിഡറിയിൽ ആ ഒരു കളറിൽ ഇതേപോലെ ഫുൾ ബോഡി ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ബ്ലൗസ്. കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് വരുന്നത്. സാരി നമ്പർ 1 1750. സെക്കൻഡ് വന്നിരിക്കുന്നത് സാരി നമ്പർ 2 ആണ്. ഇതൊരു പിസ്ത ഗ്രീൻ ടോൺ. ഇതേപോലെ പിസ്ത ഗ്രീൻ ടോൺ. അതിനകത്ത് ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ബോഡിയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് കേട്ടോ. സാരി നമ്പർ 2. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഒരു ബേജ് ടോണിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ബ്ലൗസ്. ബേജ് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 2. അടുത്ത് വരുന്ന സാരി നമ്പർ 3. സാരി നമ്പർ 3 വരുമ്പോൾ ഒരു ബേബി പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക്. സെയിം പാറ്റേൺ തന്നെയാട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നത്. സാരി നമ്പർ 3. മുന്താണി. ഇതിൻ്റെ ബ്ലൗസിൻ്റെ കളർ വരുമ്പോൾ ഒരു ക്രീം ബേജ് ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടോൺ. ആദ്യത്തെ പിസ്ത ഗ്രീനിൽ അല്പം കൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ബേജ് ആയിരുന്നു. ഇത് അല്പം കൂടെ ഒരു ക്രീം ബേജ് ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടോണിലാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. അടുത്ത് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ. അതിനകത്ത് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് ഇതേപോലെയാട്ടോ. ഇത് കണ്ടോ, ഒരു സെറിയുടെ ഒരു ഡിസൈൻ ഇങ്ങനെ വന്നു. അതേപോലെ ത്രെഡിൻ്റെ എംബ്രോയിഡറിയും കൂടെ വന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് ഡിസൈനും അതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സാരീസ്. 1750 ആണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത്. 1750. ഇതാണ് മുന്താണി വരുന്നത്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ പിങ്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ്, ഒരു ഗ്രീൻ ആൻഡ് ബേബി പിങ്ക് കോമ്പിനേഷൻ. അടുത്ത് വരുന്ന സാരി നമ്പർ 5. സാരി നമ്പർ 5 വരുമ്പോഴും ഒരു പീച്ചും പിങ്കും കൂടിയൊക്കെ ബ്ലെൻഡ് ചെയ്ത ഒരു ടോൺ. അതിനകത്ത് ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 5. ബോഡിയിലും ഇതുപോലെ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോഴും ഇതിന് നമുക്ക് കോൺട്രാസ്റ്റിൽ ബേജ് ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. അടുത്ത് വരുന്ന സാരി നമ്പർ 6. സാരി നമ്പർ 6 വരുമ്പോൾ ഇതാണ് ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലത്തെ ഒരു ഷെയ്ഡ്. അതിനകത്ത് ഇങ്ങനെ ബോഡിയിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക്, നല്ലൊരു ഫിനിഷിങ്ങിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. മുന്താണി ആ വർക്ക് തന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ആ ഒരു പിങ്കിൽ, അതായത് ഈ ഫ്ലവർ ഡിസൈനിലൊക്കെ ഉള്ള ഒരു പിങ്കിൻ്റെ ആ ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇതേപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് വരുന്ന സാരി നമ്പർ 6. സാരി നമ്പർ 7. സാരി നമ്പർ 7 വരുമ്പോഴും ഒരു ബേബി പിങ്കിൻ്റെ ഒരു ടോൺ. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വർക്കാട്ടോ, നല്ല രസമുണ്ട് ഇതിൻ്റെ വർക്ക് കാണാനായിട്ട്. മുന്താണി ഇതേപോലെ വരും. സെയിം വർക്ക് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ആ ഒരു ഇങ്ങനെ ആ ഒരു ഗ്രീനിഷ് ടോൺ, ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനിൻ്റെ ആ ഒരു ടോണിലേക്കാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് പിസ്ത ഗ്രീൻ. സാരി നമ്പർ 7. സാരി നമ്പർ 8. സാരി നമ്പർ 8 വരുമ്പോൾ ഒരു പീച്ച് പിങ്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. അതിനകത്ത് ഇത് ആണ് വർക്ക് വരുന്നത്. ബ്യൂട്ടിഫുൾ ഒരു വർക്ക്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ബേജ് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. കണ്ടോ, ഈ ഒരു കളറുമായിട്ട് മാച്ചാകുന്ന രീതിയിലാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. ബ്ലൗസിലും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരും. സാരി നമ്പർ 8. അടുത്ത് വരുന്ന സാരി നമ്പർ 9. സാരി നമ്പർ 9 വരുമ്പോഴൊരു പേസ്റ്റൽ പിങ്കിലേക്ക് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതേപോലെയാണ് അതിനകത്ത്
എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഇങ്ങനെ ഒരു കളർ ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. അതിനകത്ത് ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഒരു സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ബ്ലൗസ്. കോൺട്രാസ്റ്റിലാണ് ഇതിൻ്റെ എല്ലാം ബ്ലൗസ് വന്നിരിക്കുന്നത്. സാരി നമ്പർ 9 1750. ഇതൊട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, നമുക്ക് 1 ലെയർ ഇടേണ്ടവർക്കും ഇടാം, അല്ല പ്ലീറ്റ് ചെയ്തിടേണ്ടവർക്കും ഇടാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഐറ്റംസ്. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെ വരും. അപ്പോൾ ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനേബിൾ ആകും. അത് എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങളുടെ ഫീഡിലേക്ക് കയറി വരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, നമ്മൾ കോട്ട സാരീസ് അല്ലെങ്കിൽ കോട്ട ഫുൾക്കാരി സാരീസ് എന്നൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, അതിൻ്റെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡിലേക്ക് കയറി വരുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ, ടേക്ക് കെയർ.